നേമത്ത് 62,000-ഓളം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് അത് പടിപടിയായിട്ട് 17,000 വോട്ടായിട്ട് ചുരുങ്ങി. അതിന്റെ വോട്ട് കണക്കെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. അത്തരത്തിൽ വോട്ട് ചുരുങ്ങിയപ്പോഴാണല്ലോ മൂന്നാം സ്ഥാനത്ത് നിന്ന് BJP ഒന്നാം സ്ഥാനത്തേക്ക് വളർന്നു വന്നതും പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അവിടെ LDF ആ മണ്ഡലം തിരിച്ചു പിടിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉയർത്താൻ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇല്ല എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക, ഒരു നുണ പലവട്ടം ആവർത്തിച്ചത് സത്യമാക്കുക എന്നതാണ് UDFന്റെ നേതാക്കന്മാർ മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, ബീഹാറും ഒറീസയും. അവിടെ BJPക്ക് മുൻതൂക്കം എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നു. എങ്ങനെയാ BJPക്ക് മുൻതൂക്കം ഉണ്ടായത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കോൺഗ്രസിന്റെ MLA മാർ മനഃപൂർവ്വം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ബീഹാറിലും ഒറീസയിലുമെല്ലാം BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതുമെല്ലാം ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അത് തെറ്റായിപ്പോയി എന്നോ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് എന്നോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടോ? ഇപ്പൊ കേരളത്തിൽ വന്ന് നിരന്തരം പ്രസ്താവന ഇറക്കുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ ഒരു അക്ഷരം ഉരിയാടിയതായി നമ്മൾ കണ്ടില്ല. അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണ്? എങ്ങനെയാണ് BJPക്ക് പല തെരഞ്ഞെടുപ്പുകളും ജയിക്കാൻ കഴിയുന്നത്? ഹരിയാനയിൽ BJP വരെ പറഞ്ഞു ഞങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാണ് വീണ്ടും BJP ജയിച്ച സാഹചര്യം ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും.